ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പച്ചരി കഴുകുകയാണ്. എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നെയ്യപ്പം. അപ്പോൾ നമ്മുടെ ഇവിടെ ഉമ്മച്ചാമാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പം എൻ്റെ കോളേജിലൊക്കെ എൻ്റെ ക്ലാസ്സിലൊക്കെ അത്യാവശ്യം ഇത് എല്ലാവർക്കും ഇഷ്ടമാണ്. പച്ചരിയുടെ കണക്ക് എങ്ങനെയാണ്? 3/4 കിലോയോ? 3/4 കിലോ പച്ചരിക്ക് ഒരു 30 നെയ്യപ്പം വരെ കിട്ടും. അറിയില്ല, എന്തായാലും നോക്കാം, ചെയ്യും. പ്ലീസ്. അതേപോലെ 1/2 കിലോ ശർക്കരയാണ് വേണ്ടത്. ഇതിനെന്തായാലും ഇത് വെച്ച് നമുക്ക് പൊട്ടിക്കണം. നല്ലോണം പൊടിക്കണോ? പാക്കറ്റ് വെച്ച് തന്നെ ഒന്ന് ഇതാക്കിയിട്ടുണ്ട് ഗൈസ്. ഇതിനെ എന്നിട്ട് നമ്മൾ ഉരുക്കിയെടുക്കുന്നതാണ് വെള്ളത്തിലിട്ട്. പിന്നെ വേണ്ടത് എണ്ണ, ഏലക്ക. ഇതിപ്പം വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത്. നമ്മൾ സൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്, കാരണം വെളിച്ചെണ്ണയ്ക്ക് തീ വിലയുണ്ട്. പിന്നെ ചെറിയ പാക്കറ്റ് ഏലക്ക, പിന്നെ ശർക്കര, പിന്നെ പച്ചരി പൊടിച്ചത്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അതുപോലെ വേണ്ട സാധനമാണ് തേങ്ങ. അപ്പോൾ ഈ തേങ്ങയെ നമ്മൾ എടുക്കണം. തേങ്ങ എന്തോ തേങ്ങ പാലാക്കോ? തേങ്ങ അരിഞ്ഞെടുക്കും. അതെ, ശർക്കര നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇതിനെ നമ്മളിനി ഉരുക്കിയെടുക്കും. കല്ലുമണ്ണോ? ശർക്കരയിൽ കല്ലുമണ്ണുള്ളത് പോവാൻ വേണ്ടിയാണെന്ന് ഉരുക്കിയെടുക്കുന്നത്. അതിലേക്ക് പിന്നെ കുറച്ച് വെള്ളം, ശർക്കരയിൽ മണ്ണ് വെക്കും, എന്നിട്ട് അതങ്ങ് അടിക്കുക. അപ്പോൾ ഗൈസ്, ശർക്കര എന്തായാലും ഉരുക്കി കിട്ടിയിട്ടുണ്ട്. മാവ് നമ്മൾ എന്തിനാ അരിക്കുന്നേ? ഇത് എന്തൊരു മാവ് അരിക്കുന്നേ? മൈദ ചേർക്കുവോ? നെയ്യപ്പത്തിന് കുറച്ച് മൈദ. കുറച്ച് മൈദ എന്തിന്? നെയ്യപ്പത്തിന് ചേർക്കാനാണ്. 1 കപ്പ് മൈദ ചെയ്തു. 1 കപ്പ് മതിയോ? അതാണ് ഇത് നെയ്യപ്പത്തിന് പദം കിട്ടാൻ. പിന്നെ ചിലർ റവയും ചേർക്കും. റവയാ? അത് തരിയിട്ട അത് വേണമെങ്കിൽ ചേർക്കാം. നമുക്ക് ഇവിടെ കുറച്ച് സോഫ്റ്റ്നെസ്സിനാണ് ഗൈസ് മൈദ ചേർക്കുന്നത്. ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് എന്തൊക്കെ മാവാ? മൈദ മാത്രമാണോ? ഇത് മൈദ മാത്രം. അപ്പൊ ഗൈസ്, അടുത്തത് ഇനി നമുക്ക് തേങ്ങ ഇതുപോലെ കളത്തിയെടുക്കണം ചിരട്ടേന്ന്. എന്നിട്ട് നമ്മൾ ഈ ഒരു സൈസിൽ അരിഞ്ഞു വെക്കണം. അരി ഇനി ആട്ടണം. ശർക്കര ഓൾറെഡി കല്ലും മണ്ണൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയുണ്ടായിരുന്നു ഗൈസ്, ലാസ്റ്റ് വേസ്റ്റായിട്ട്. അപ്പോൾ ആട്ടുമ്പോൾ നമ്മൾ ശർക്കരയും പച്ചരിയും കൂടെ ചേർത്താണ് ഗൈസ് മിക്സ് ചെയ്യുന്നത്. കുറച്ച് മാത്രം ചേർത്ത് ആട്ടിയെടുക്കും. നെക്സ്റ്റ് ട്രിപ്പ് നമ്മൾ ആട്ടുകയാണ് ഗൈസ്. 2 ട്രിപ്പേ ഉള്ളല്ലേ? 3/4 കിലോ അരിയല്ലേ? അപ്പൊ ഗൈസ്, വേണ്ട നെയ്യപ്പത്തിന്റെ ബാറ്റർ ഇത്തിരി തരിയോടുകൂടി വേണം ഇത് ആട്ടാനല്ലേ? അപ്പൊ ഗൈസ്, ഇതിൽ വേറൊരു സാധനം കൂടെ ഉണ്ടായിരുന്നു, അത് പറയാൻ മറന്നുപോയി. ഏലക്കയും പച്ചരിയും ശർക്കര പാനിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ആട്ടുന്നത്. ഏലക്ക ഇതിലിട്ടിരിക്കണം.
എന്നാ ഇതങ്ങോട്ട് കൊട. അടുത്ത ഗൈസ് ഈ ബാറ്ററിലേക്ക് നമ്മൾ മൈദ ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ബാറ്ററിലേക്ക് മൈദ നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 കപ്പ് മൈദയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് 1 കപ്പ് ഈ ഒരു ബൗളിൽ. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മളിത് മാവ് പുളിക്കാൻ വെക്കും അല്ലേ? എത്ര മിനിറ്റ് വെക്കണം? 1 മണിക്കൂറോ? 1 മണിക്കൂർ മാവ് പുളിക്കാൻ വേണ്ടി വെക്കണം. ഇത്തിരി സോഡാപ്പൊടിയും കൂടെ ചേർക്കും അല്ലേ? അപ്പൊ ഇത്തിരി സോഡാപ്പൊടിയൊക്കെ ഇട്ട് മാവ് പുളിക്കാൻ വേണ്ടി 1 മണിക്കൂറൊക്കെ വെക്കും. അല്പം സോഡാപ്പൊടി നമ്മൾ മിക്സ് ചെയ്യാണ്. മിക്സിംഗ് ഒക്കെ ഇങ്ങനെയാണ് ഗൈസ്. അപ്പോൾ സോഡാപ്പൊടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി 1 അവർ എന്തായാലും ഇരുന്ന് സെറ്റാവും മാവ്. രണ്ടാമത് വിടാൻ തേങ്ങ വറുത്തിട്ട് അതിനകത്ത് ചേർക്കുമോ? ചേർത്തിട്ടാണ് പൊരിക്കുന്നത്. തേങ്ങ വറുത്ത് അതിനകത്ത് ചേർത്ത് ശാല നേരം വെച്ചിട്ട് പൊരിക്കാൻ തുടങ്ങും. അപ്പം നമ്മുടെ തേങ്ങ ഇതാ ബ്രൗൺ കളറിലാക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിനി ഇത് ഫ്രൈ ചെയ്യുന്നത്. ഫ്രൈ ആണ് എന്താ പറയുന്നത്? പൊരിക്കുന്നോ? പൊരിക്കും. എണ്ണയിലിട്ട് പൊരിച്ചെടുക്കും. അപ്പോൾ നെയ്യും കൂടെ മിക്സ് ചെയ്യുന്നു. നെയ്യ് ചേർത്ത് വന്നിട്ട് നമ്മളിതാ അടുത്ത തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് 5 മിനിറ്റ് വെക്കുമോ? സെറ്റാവും. നെയ്യുടെ മണം വരുന്നത്. നെയ്യപ്പം നെയ്യൂടെ ചേർക്കണം. നെയ്യപ്പം എന്നൊരു പേര്. അതല്ലേ നെയ്യപ്പം എന്ന് പേര്. നെയ്യ് ചേർക്കുന്ന അപ്പം. നെയ്യ് ചേർക്കും. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. 12:30 ട്രെയിന്. അപ്പോൾ ഗൈസ് എണ്ണ തിളയ്ക്കുന്നു. 12:30 ഞാൻ മറന്നു. 12:30 അല്ല, 1:30. അപ്പോൾ ഗൈസ് നമ്മുടെ ബാറ്റർ ഇതാ സെറ്റായിട്ടുണ്ട്. ഇതിന് നമ്മളിനി ഇതിലിട്ട് വറുത്തെടുക്കുന്നല്ല, പൊരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റത്തെ നെയ്യപ്പം നമ്മളിത് ഒഴിച്ചിരിക്കുകയാണ് ഗൈസ്. ഫസ്റ്റത്തെ നെയ്യപ്പം അങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പൊന്തി വരും മുകളിലോട്ടല്ലേ. അപ്പോൾ ഗൈസ് നെയ്യപ്പൊക്കെ റെഡി ആയിരിക്കുകയാണ്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്.